ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇന്ന് ചോറുണ്ടാക്കുന്നത് മുതൽക്കുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. പിന്നെ അതുമല്ല, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നതും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അടക്കി ഒതുക്കി വെക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഓണത്തിന് സ്കൂൾ പൂട്ടിയില്ലേ, അതിൻ്റെ തലേ ദിവസം പോയ വീഡിയോ ആണ് ഇട്ടത്. കുറച്ച് വൈകി. പിന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോയാൽ അറിയാലോ, നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സന്തോഷം കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും ഇതാക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നില്ല. അപ്പം അങ്ങനെ ഇത്രയും ദിവസം വൈകിയതാണ് കേട്ടോ. അതിനൊരു സോറി ആദ്യം തന്നെ പറയുകയാണേ. 2 മണിക്കൊരു ബസ്സുണ്ട്. അപ്പോൾ അതിന് പോകാമെന്നാണ് മോള് പറഞ്ഞിട്ടുള്ളത്. അവളവിടെ ട്യൂഷൻ സെൻറ്ററിൽ കാത്തിരിക്കും ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം. എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പറയാനില്ലല്ലോ, നമുക്ക് എന്നുമില്ലാത്തൊരു ഉഷാറാവുമെന്ന്. പിന്നെ അതുമല്ല, ബസ്സിനൊക്കെ പോണവരാണെങ്കിൽ പിന്നെ ബസ് പോവല്ലോ എന്നുള്ള ടെൻഷനിൽ വേഗം വേഗം പണികൾ കഴിക്കണം എന്നുള്ള ഒറ്റ ധൃതിയിലാവും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, തലേ ദിവസം തന്നെ മീനോ അല്ലെങ്കിൽ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കട്ടെ. പച്ചക്കറിയാണ് വെക്കണമെന്ന് വെച്ചാൽ അതൊക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം മീൻ മേടിച്ചിട്ട് അതൊക്കെ നന്നാക്കി അന്ന് തന്നെ കറി വെച്ചിട്ട് വെക്കും. പിന്നെ അത് ചൂടാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. പിന്നെ പൊരിക്കാനുള്ളതൊക്കെ കായം പുരട്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ അങ്ങനെ ഭാരപ്പെട്ട പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കുക, അതായത് അടിച്ചുവാരുക, തുടക്കുക. പിന്നെ ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കുക. ബെഡ്ഷീറ്റുകൾ മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ അന്ന് തന്നെ കഴുകിയിട്ടിട്ടാണ് പോവാറ് കേട്ടോ. പിന്നെ ചായ കുടിച്ച അങ്കാണ് മേശമ്മ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഇസ്തിരി ചെയ്ത് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചോറ്റും പാത്രം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചോറ്റും പാത്രത്തിൽ മോൻക്ക് ഫുഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്കുള്ള ഫുഡ് ഞാൻ അതിലാക്കി വെച്ച് കൊടുത്തു. അവനത് മറന്നു വെച്ചിട്ട് പോവുകയും ചെയ്തു. ചില ദിവസങ്ങളിൽ അവൻ അങ്ങനെ തന്നെ, നമ്മളത് മേശമ്മ കൊടുന്ന് വെച്ച് കൊടുത്താലും അവനത് മറന്ന് അവിടെ വെച്ചിട്ട് പോകും. എല്ലായിടത്തും നമ്മളെ കണ്ണ് തന്നെ എത്തണ്ടല്ലേ, ഒന്നൊരു സെക്കൻഡ് തെറ്റിയാൽ പോയി. അതന്നെ ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെ എന്തായാലും അവൻ്റെ പോക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല, കൊണ്ടു കൊടുക്കാനും ഒന്നും പറ്റില്ല. ഇക്കാണേലും കടയിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാവും വരിക. അപ്പോഴേക്കും എനിക്കെൻ്റെ പണികൾ കഴിച്ച് 2 മണി ആവുന്ന നേരത്താണ് ബസ്സുള്ളത്. അപ്പോൾ വേഗം കഴിച്ച് അങ്ങോട്ട് ട്യൂഷൻ സെൻറ്ററിൻ്റെ അവിടേക്ക് പോകും വേണം. മോളാണെങ്കിലും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കണതൊന്നും ഞാൻ എടുത്തില്ല, വൃത്തിയാക്കി വെച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി കുന്നംകുളം ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇനി നേരിട്ട് വടക്കാഞ്ചേരിക്ക് ബസ്സുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് നേരെ ഒറ്റപ്പാലം ബസ് കയറിയാൽ ഞങ്ങളെ സ്വന്തം നാട് മുള്ളൂർക്കരയിലേക്ക് എത്തും. അപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ പോകുന്ന വിശേഷങ്ങളും എങ്ങോട്ടേലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ